നമസ്കാരം. കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളികളുടെ ക്ഷാമം രൂക്ഷമാകുന്നതായി റിപ്പോർട്ട്. രാജ്യത്തെ വീട്ടുജോലിക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി ഔദ്യോഗിക സ്ഥിതിവിവര കണക്കുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫോർമേഷന്റെ ഏറ്റവും പുതിയ ഡേറ്റ പ്രകാരം കഴിഞ്ഞ 1.5 വർഷത്തിനിടെ 30,377 ഗാർഹിക തൊഴിലാളികളാണ് രാജ്യത്ത് കുറഞ്ഞത്. ജീവനക്കാർക്ക് 7-ാം തീയതിക്കകം ശമ്പളം നൽകണം. കുവൈറ്റിലെ മൊത്തം ഗാർഹിക തൊഴിലാളികളുടെ എണ്ണം ഏകദേശം 8,11,307 ആയിരുന്നു. എന്നാൽ 2024 ഡിസംബർ അവസാനത്തോടെ ഇവയുടെ എണ്ണം 7,80,930 കുറഞ്ഞു. ഗാർഹിക തൊഴിൽ മേഖലയിലെ ഈ പ്രതിസന്ധിക്ക് നിരവധി കാരണങ്ങളാണ് ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റിലെ നടപടിക്രമങ്ങൾ കൂടുതൽ കർശനമാക്കിയത് ഈ കുറവിന് കാരണമായതായും അദ്ദേഹം പറയുകയാണ്. ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റിന് വലിയ ഫീസ് ചുമത്തിയത് ചില ഏഷ്യൻ രാജ്യങ്ങൾ കുവൈറ്റിലേക്ക് തൊഴിലാളികളെ അയക്കാൻ വിമുഖത കാണുന്നതിലേക്ക് നയിച്ചതായി ചൂണ്ടിക്കാട്ടുകയാണ്. ഫിലിപ്പീനോ ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തിലുണ്ടായ അനിശ്ചിതത്വവും മറ്റൊരു കാരണവുമാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ സമീപ വർഷങ്ങളിൽ വീട്ടുജോലിക്കാർ ഉൾപ്പെട്ട അക്രമ സംഭവങ്ങൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. വീട്ടിലെ കുട്ടികൾക്കും അവരുടെ അമ്മമാർക്കുമെതിരെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിൽ ചില കുവൈറ്റ് കുടുംബങ്ങൾ ഗാർഹിക തൊഴിലാളികളുടെ എണ്ണം കുറച്ചതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്.